നല്ല ദിനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുന്നു. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം നാം വായിച്ചു തുടങ്ങുമ്പോൾ നഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും ഒരു വേദനാജനകമായ അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഒടുവിലെ അധ്യായങ്ങളിലേക്ക് നാം എത്തുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച, ദൈവപ്രവൃത്തിക്കായി വിശ്വാസത്തോടെ കാത്തിരുന്ന ഭക്തരിൽ ദൈവം വരുത്തിയ ആശ്ചര്യകരമായ മാറ്റങ്ങളെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നാം കാണുകയാണ്. ഒരു ശുഭകരമായ പര്യവസാനം നാം ഒടുവിലത്തെ അധ്യായങ്ങളിൽ കാണുന്നു. ഇയ്യോബിനെ കുറിച്ച് വചനം പറയുന്നു, നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമെന്നൊക്കെ സാക്ഷ്യം കൊണ്ട ഇയ്യോബിന്റെ ജീവിതത്തിൽ തിരമാലകൾ കണക്കെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതികൂലങ്ങൾ വരികയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായ സകല തിന്മയും ദൈവം നന്മയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ആരുടെയെല്ലാം ജീവിതത്തിൽ തുടക്കത്തിൽ പരിശോധനകളുടെയും തകർച്ചകളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരൊക്കെ കണ്ടിട്ടുണ്ടോ, അവരൊന്നും ആ വിഷയത്തിൽ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പര്യവസാനിച്ചു എന്ന് ചിന്തിച്ച മേഖലയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം അവർക്ക് കൈമാറ്റം ചെയ്ത ചരിത്രങ്ങൾ നാം ദൈവവചനത്തിൽ കാണുന്നു. ചിലരെ ദൈവവചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കാം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നയെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. തലമുറയില്ലാത്തതുകൊണ്ട് പ്രതിയോഗി ഹന്നയെ മുഷിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന സങ്കടത്തിന്റെ ആധിക്യം നിമിത്തം ദൈവത്തോട് ഓരോ ദിവസങ്ങളും ശക്തമായിട്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2-ാം അധ്യായം തുടങ്ങുന്നത് ഹന്നയുടെ പരാജയത്തിന്റെ കഥ പറഞ്ഞല്ല, മറിച്ച് വിടുതലിന്റെ വാക്കുകൾ, വിടുതലിന്റെ വർത്തമാനങ്ങൾ, വിടുതലിന്റെ പ്രാർത്ഥനകൾ നാം 2-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ്. തകർച്ചയിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പര്യവസാനിക്കുകയല്ലായിരുന്നു ഹന്നയുടെ ജീവിതം, മറിച്ച് ഒരു ശമൂവേലിന്റെ ചരിത്രം 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ലാസർ ദീനമായി കിടക്കുന്ന ഒരു ചരിത്രം 11-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നു. പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ ലാസർ മരിച്ചെന്നും അവനെ അടക്കിയെന്നും യേശു അവിടെ വരുമ്പോൾ പരാജയത്തിന്റെ വർത്തമാനങ്ങൾ, അവിശ്വാസത്തിന്റെ വർത്തമാനങ്ങൾ നാറ്റം വെച്ചു 4 ദിവസമായി ഉയർക്കാൻ അസാധ്യമല്ല എന്നുള്ള വർത്തമാനങ്ങൾ പലരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് കർത്താവ് കേൾക്കുകയാണ്. രക്തത്താൽ ജയം. സകലരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥലത്ത് പര്യവസാനിച്ചു എന്ന് പലരും വിധി പറഞ്ഞ സ്ഥലത്ത് യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു. 12-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ലാസർ കർത്താവിനോടൊപ്പം പന്തിയിലിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ഏത് വിഷയവുമാകട്ടെ, ഒരുപക്ഷെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അവസാനിക്കും, അസ്തമിക്കും, ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല, പരാജയപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ വിധി എഴുതുന്ന ഇടത്ത്, വിധി പറയുന്ന ഇടത്ത് ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വിടുതൽ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്ന് നിങ്ങളെ മുൻപോട്ട് നടത്താൻ ദൈവം ശക്തനാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള
തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ച കുറിവാക്യം 42:2. ആമേൻ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ വാക്യത്തെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു പഠിക്കാം. ഒന്നാമത്തെ ഭാഗം സകലവും സാധ്യമാക്കുന്ന ആമേൻ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു ദൈവിക ഉദ്ദേശങ്ങളെ ആമേൻ ദൈവം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആമേൻ. സാധ്യമാക്കുക തന്നെ ചെയ്യും. ഇയ്യോബ് ഇവിടെ പറയുന്നു നിനക്ക് സകലവും കഴിയും. ആമേൻ. എന്താ അതിന്റെ അർത്ഥം? വലിയ പ്രതികൂലത്തിൽ, തകർച്ചയിൽ, നഷ്ടത്തിലിരിക്കുന്ന ആമേൻ ഭക്തനായ ഇയ്യോബ് ആമേൻ തന്റെ വിഷയത്തിൽ ഇടപെടുന്ന സർവശക്തനായ ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. രക്തത്താൽ ജയം. നമുക്കറിയാം മനുഷ്യൻ ബലഹീനനാണ്, അവന്റെ പ്രവർത്തികൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ദൈവം ആമേൻ ആമേൻ പരിമിതികളില്ലാത്ത സാധ്യതകളുടെ ദൈവമാണ്. അവനൊന്നും അസാധ്യമല്ല. നാം സേവിക്കുന്ന ദൈവം എൽഷദായിയാണ്, സർവശക്തനാണ്, സകലതും ചെയ്യുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആമേൻ തകർന്നും പാഴായി കിടക്കുന്ന വിഷയങ്ങളെ നേരെയാക്കുവാൻ, ക്രമീകരണം വരുത്തുവാൻ ആമേൻ കഴിവുള്ളവനാണ് എൽഷദായ് എന്ന് പറയുന്നത്. പ്രിയരെ, നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് വലിയ പ്രശ്നമാണെങ്കിലും രക്തത്താൽ ജയം, നാം ആ വിഷയത്തിൽ നമ്മുടെ ദൈവത്തെ, എൽഷദായിയായ ദൈവത്തെ പ്രവർത്തിപ്പാൻ ഈ ദിവസം അനുവദിക്കുക. അപ്പോൾ ആമേൻ ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി, അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മോശയോട് ദൈവം പറഞ്ഞു, മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചെങ്കടൽ വഴിമാറേണ്ടതിന് നിന്റെ കരം ഇതിന്റെ മുൻപാകെ ഉയർത്തുക. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ ആമേൻ ഒരുപക്ഷെ ഏറ്റെടുക്കുവാനും ആമേൻ പ്രവർത്തിപ്പാനും നമുക്ക് താല്പര്യം തോന്നുകയില്ല യേശുവിന്റെ നാമത്തിൽ. എന്നാൽ മോശ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടനുസരിച്ച് ആ ചെങ്കടലിന്റെ മുൻപാകെ കരമുയർത്തിയപ്പോൾ ആമേൻ യഹോവയുടെ കരം മോശയുടെ കരത്തോട് ചേർന്നു വന്നു. അപ്പോൾ ആമേൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് ദൈവം ചെങ്കടലിനെ ആമേൻ രണ്ടായി വിഭാഗിച്ചു. ഇന്ന് ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ ദൈവശബ്ദം ആമേൻ നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ, ആമേൻ ദൈവ പ്രവർത്തിപ്പാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ ആ സമയം തന്നെ ഒരു മഹാ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയുമായി ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രേത്തിൽ വരികയാണ്. അവിടെ യോസേഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയുടെ അടുക്കൽ വന്ന് ആമേൻ ദൂതൻ ആലോചന പറയുകയാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അടുത്ത ഭാഗത്ത് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. കേട്ടയുടനെ ആ ആലോചന ആമേൻ അവൾ ഏറ്റെടുത്തില്ല. ആമേൻ ഒരു സംശയാസ്പദ നിലയിൽ ആമേൻ ദൂതനോട് അവൾ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആ ആലോചന അവളെ ഭയപ്പെടുത്തുകയും ആമേൻ ആ ആലോചന ഒരു സംശയത്തിന്റെ നിഴലിലും എത്തിച്ചു. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൂതൻ അവളോട് പറഞ്ഞു ഉറപ്പുകൊടുത്തപ്പോൾ 1-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കേട്ട ആലോചന പ്രയാസമുള്ളതാണ്, എന്നാൽ ആമേൻ പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞാൽ, ആ കേട്ട ആലോചനകളെ പ്രവർത്തിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, സമർപ്പിച്ചപ്പോൾ
അസാധ്യമെന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, ലോകം കണ്ടിട്ടില്ലാത്തത് ആമേൻ അവളിൽ വെളിപ്പെടാനിടയായി തീർന്നു. നമ്മുടെയും ജീവിതത്തിൽ നാം ദൈവത്തെ പ്രവർത്തിപ്പാൻ ആമേൻ ഇന്ന് അനുവദിക്കേണ്ടിയിരിക്കുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആമേൻ. പത്രോസ് കഴിഞ്ഞ ദിവസങ്ങളിലെ, കഴിഞ്ഞ രാത്രിയിലെ അനുഭവങ്ങൾ കർത്താവിനോട് പങ്കുവെക്കുകയാ. നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അടുത്ത പദം, എന്നാൽ നിന്റെ വാക്കിന്റെ മുമ്പാകെ ആമേൻ ഞാൻ വലയിറക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പാകെ ആമേൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ രക്തത്താൽ ജയം, അവന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത വിസ്മയിപ്പിക്കുന്ന നിലയിലുള്ള വലയും പടകും നിറയ്ക്കത്തക്കവണ്ണം, മറ്റുള്ളവരുടെയും പടക് നിറയ്ക്കത്തക്കവണ്ണമുള്ള ഒരു മത്സ്യബന്ധനം ആമേൻ ആ പകലിൽ സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം പ്രവർത്തിപ്പാൻ അനുവദിക്കുക. ഒരല്പസമയം നാം ശാന്തരായിരുന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയും. മിണ്ടാതിരുന്ന് ആമേൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവാൻ ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തിക്കു വേണ്ടി നമുക്ക് സമയങ്ങൾ വേർതിരിക്കാം. യെശയ്യാ പ്രവചനം 43 അധ്യായം 13 വാക്യത്തിൽ പറയുന്നു, ആമേൻ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ശുശ്രൂഷകളുടെ വിഷയത്തിൽ, ആമേൻ, സാമ്പത്തികമാകട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് വിഷയത്തിന്റെ അകത്താണെങ്കിലും പ്രവർത്തിപ്പാൻ ആമേൻ ആമേൻ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തിയെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തടസ്സം ചെയ്യാൻ കഴിയുകയില്ല എന്ന് ദൈവവചനത്തിന്റെ അകത്ത് പറയുന്നു. ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ഹല്ലേലൂയ. മനുഷ്യന് പ്രവർത്തിക്കുന്നതിനും ഇടപെടുന്നതിനും ഒക്കെ പരിമിതികളുണ്ട്. എന്നാൽ നാം ആരാധിക്കുന്ന ദൈവം എൽ ശദ്ദായിയാണ്, സർവശക്തനാണ്. ആമേൻ. മാത്രമല്ല, അവൻ സർവജ്ഞാനിയും സർവവ്യാപിയും കൂടെയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ഭക്തനായ ഇയ്യോബ് പറയുന്നു, നിനക്ക് സകലവും കഴിയും. സ്തോത്രം. തിരുവചനം നാം പഠിക്കുമ്പോൾ എത്രയെത്ര അസാധ്യമായ അനുഭവങ്ങളാണ് ദൈവം അവൻ പലരുടെയും ജീവിതത്തിൽ സാധ്യമാക്കിയിട്ടുള്ളത്. ശ്രദ്ധിക്കൂ, പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ ദൈവം രൂപഭംഗിയുള്ളതാക്കി മാറ്റിയില്ലേ? രക്തത്താൽ ജയം. നമ്മുടെയും ജീവിതത്തിൽ പാഴായി കിടക്കുന്ന മേഖലകളെ, ശൂന്യമായി കിടക്കുന്ന അനുഭവങ്ങളെ അവൻ ഭംഗിയുള്ളതാക്കി, രൂപമുള്ളതാക്കി, മനോഹരമാക്കി മാറ്റാൻ ദൈവം മതിയായവന്. മക്കളില്ലാത്ത അബ്രഹാമിനും സാറായിക്കും അവരുടെ നിർജീവത്വത്തെ മാറ്റി രക്തത്താൽ ജയം. ആമേൻ. ഒരു ഇസഹാക്കിനെ നൽകി ആദരിച്ച ദൈവം രക്തത്താൽ ജയം ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മെയും നമ്മുടെ നിർജീവത്വത്തെ മാറ്റി ഹല്ലേലൂയ ചലനമില്ലാതെ കിടക്കുന്ന അനുഭവങ്ങളെ അവൻ ചലിപ്പിക്കുന്നതാക്കി തീർക്കുവാൻ, അതിൽ നിന്ന് അത്ഭുതങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം മതിയായവന്. അവൻ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്ന് വെല്ലുവിളിച്ച ചെങ്കടലിൽ ദൈവം ചെങ്കൽ പാതയൊരുക്കി തന്റെ ജനത്തെ മറുകരയിലെത്തിച്ചെങ്കിൽ ഹല്ലേലൂയ, വാഗ്ദത്തമുള്ള നിങ്ങളെയും, സ്തോത്രം, നിങ്ങളുടെ തലമുറകളെയും, വാഗ്ദത്തമുള്ള അഭിഷക്തന്മാരെ, നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിറവിലെത്തിപ്പാൻ മതിയായവനാണ്. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്! സ്തോത്രം. അതിനെ ആർക്കും തടയുവാൻ സാധ്യമല്ല. യഹൂദ ബാലന്മാരെ ബന്ധിച്ച് ആമേൻ 7 മടങ്ങ്
ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ സാമ്രാജ്യത്വത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ നെബൂഖദ്നേസർ വിചാരിച്ചപ്പോൾ, ഹല്ലേലൂയ, അവനെക്കാട്ടിലും അവനുണ്ടാക്കിയ ബിംബത്തെക്കാട്ടിലും ശക്തിയുള്ള ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ നാലാമനായി തീയിലിറങ്ങി വന്ന് തീയുടെ ബലത്തേക്കെടുത്തി തന്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആ രാജ്യത്ത് മാനിപ്പാൻ, ആ ദേശത്ത് ഉയർത്തുവാൻ ഇതുപോലൊരു ദൈവം ഇല്ല എന്നുള്ള പ്രഖ്യാപനം അന്യശക്തികളെ കൊണ്ട് അന്യജാതികളെ കൊണ്ട് പറയിപ്പിക്കുവാൻ ദൈവം ശക്തനാണെങ്കിൽ ആ ദൈവം ഇന്നും അനന്യനാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിഷയങ്ങളെ അസാധാരണമായി കൈകാര്യം ചെയ്യുന്നവനാണ് എൽ ശദ്ദായ്, സർവശക്തനായ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. രക്തത്താൽ ജയം. നോക്കുക, മലമുകളിൽ നിന്നും വെള്ളം താഴോട്ട് ഒഴുകിയിറങ്ങുന്നത് പ്രകൃതി നിയമമാണ്. അത് സാധാരണ കാര്യമാണ്. എന്നാൽ എൽ ശദ്ദായിയായ ദൈവം, സർവശക്തനായ ദൈവം എന്താ ചെയ്യുന്നത്? താഴ്വരകളിലേക്ക് കുതിച്ചൊഴുകിയ വെള്ളത്തെ തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ ജനത്തിന്റെ അനുസരണം കൊണ്ട് അതിനെ മുകളിലേക്ക് തിരിച്ച് ഒഴുക്കുവാൻ കഴിയുന്നവനാണ്. ഇന്നലകളിൽ അത് ചെയ്തെങ്കിൽ ഇന്നും അത് ചെയ്യുന്നവനാണ് എന്ന് നീ മറന്നു പോകരുത്. സങ്കീർത്തനം 114 വാക്യത്തിൽ പറയുന്നു, സമുദ്രം കണ്ട് ഓടി. അടുത്ത വാക്യത്തിൽ പറയുന്നു, യോർദാൻ പിൻവാങ്ങിപ്പോയി. ദ ജോർഡാൻ ടേൺ ബാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. തന്റെ ജനത്തിന്റെ യാത്രയ്ക്ക് തടസ്സമായി ഒഴുകിയ നദിയെ ദൈവം പിൻവാങ്ങിച്ച് അത് പുറകേക്ക് മടക്കിക്കൊണ്ടുപോയെങ്കിൽ, ഹല്ലേലൂയ, നമുക്കെതിരെ, നമ്മുടെ യാത്രയ്ക്കെതിരെ, ആത്മീയ ജീവിതത്തിനെതിരെ, ഭൗതിക യാത്രകൾക്കെതിരെ ഒഴുകിയിറങ്ങി വരുന്ന പ്രശ്നങ്ങളെ ഇന്ന് മടക്കി അയക്കാൻ എൽ ശദ്ദായിയായ ദൈവം, സർവശക്തനായ ദൈവത്തിന് കഴിയും. ഇയ്യോബ് പറയുന്നു, നിനക്ക് സകലവും കഴിയും, നീ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളെ അറിയിക്കുകയാ. മാത്രമല്ല, ദൈവത്തിന്റെ സാധ്യതകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 41 വാക്യത്തിൽ പറയുന്നു, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. 20 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ കൈ അത് ചെയ്തെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രയോജനരഹിതമായി കിടക്കുന്നതിൽ നിന്നും സ്തോത്രം, സ്തോത്രം, ഒരു കാര്യത്തിനും കൊള്ളില്ല എന്ന് വിധിയെഴുതി തള്ളിയതിൽ നിന്നും ദൈവത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ, അതിനെ മനോഹാരിതയുള്ളതാക്കി മാറ്റാൻ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ശൂന്യമായി കിടക്കുന്ന, പരാജയമായി കിടക്കുന്ന സമസ്ത മേഖലകളെയും ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ചില പുതുക്കങ്ങൾ നടത്തി, ചില മാന്യതകൾ വെളിപ്പെടുത്താൻ ദൈവം മതിയായവനാ. മാനുഷിക വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിൽ ദൈവത്തോട് ഇയ്യോബ് പറഞ്ഞതുപോലെ പറയുക, നിനക്ക് സകലവും കഴിയും. അപ്പോൾ അങ്ങനെ നാം സംസാരിക്കുമ്പോൾ, അങ്ങനെ നാം വിശ്വാസത്തോടെ പറയുമ്പോൾ, എൽ ശദ്ദായിയായ ദൈവം, സർവശക്തനായ ദൈവം നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ശത്രു അടച്ചു കളഞ്ഞ താമ്ര കതകുകളെ തുറന്ന്
ഇരുമ്പോടാമ്പലുകളെ ഹന്നിച്ച് നിന്നെ മുൻപോട്ട് നടത്തുകയും ചെയ്യുമെന്നുള്ളത് നീ മറന്നു പോകരുത്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് 12 വർഷം രക്തസ്രവം എന്ന രോഗത്താൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, പല വൈദ്യന്മാരാലും ചികിത്സിച്ച് ഒട്ടും ഭേദം വരാതെ, ഒട്ടും സൗഖ്യം ലഭിക്കാതെ തന്റെ മുതലെല്ലാം വിറ്റ് ചികിത്സിച്ച് പരവശയായവൾ, ആമേൻ, ഭാരത്തോടിരിക്കുമ്പോൾ ആമേൻ കർത്താവിനെ കുറിച്ചുള്ള വർത്തമാനം ആമേൻ 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 അവൾ കേൾക്കുകയും, സ്തോത്രം, അവളെ ആ കേട്ട വർത്തമാനം കർത്താവിന്റെ അടുക്കലെത്തിക്കുകയും ചെയ്തു. എന്താ അവൾ കേട്ടത്? ആമേൻ, വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള ആ വിശ്വാസത്താൽ ആമേൻ ഓടിച്ചെന്ന് ആമേൻ ആമേൻ അവളുടെ ആഗ്രഹത്തോടെ അവൾ ഉറച്ച് വിശ്വസിച്ചതനുസരിച്ച് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൻ വചനം പറയുന്നു, ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം വന്നു. എങ്ങനെ? ആമേൻ, അവിടെ പറയുന്നു, കർത്താവിങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവളുടെ ബാധയെ ആമേൻ 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 ഉടച്ചു കളഞ്ഞു. ഈ ദിവസങ്ങളും ഈ വചനത്തിന്റെ ശക്തിയാൽ ആമേൻ ചില വിടുതലുകൾ, ആമേൻ ആമേൻ രോഗസൗഖ്യങ്ങൾ ആമേൻ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് നാം മറന്നു പോകരുത്. സാധ്യമല്ല, സൗഖ്യമാകില്ല എന്ന് പറയുന്ന രോഗങ്ങളെ ഹല്ലേലൂയ സൗഖ്യമാക്കാൻ ശക്തനായവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സങ്കീർത്തനം 30:11 പറയുന്നു, അവൻ എന്റെ വിലാപത്തെ നൃത്തമാക്കും. ഇന്ന് ആമേൻ ഇയ്യോബിനോട് ചേർന്ന് നമുക്കും പറയാം, നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കും ഈ വാക്യങ്ങൾ, ഈ വിഷയങ്ങൾ ഇയ്യോബ് പറഞ്ഞതുപോലെ ആമേൻ നമുക്കും ആമേൻ ഏറ്റുപറയാം. എന്റെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവമേ നിനക്ക് കഴിയും. കർത്താവേ, നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഞാൻ അറിയുന്നു. വായിച്ച കുറിവാക്യത്തിന്റെ 2ാം ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകത്തില്ല എന്ന് ഞാൻ അറിയുന്നു. സദൃശവാക്യം 19:21 പറയുന്നത്, ആമേൻ, മെനി പ്ലാൻസ് ആർ ഇൻ എ മാൻസ് ഹാർട്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. എന്നാൽ യഹോവയുടെ ആലോചന മാത്രമേ നിവൃത്തിയാകുകയുള്ളൂ. ദൈവിക ഉദ്ദേശങ്ങൾ നിവൃത്തിയാകാൻ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിനായി ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുകയും ചെയ്യണം. യിരെമ്യാ പ്രവചനം 29:11 പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പ്ലാനുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് തിന്മയുടെ പദ്ധതികളല്ല, മറിച്ച് നന്മയുടെ, വിടുതലിന്റെ, അത്ഭുതത്തിന്റെ പദ്ധതികളാണ്. ഹല്ലേലൂയ. എന്നാൽ ആ പദ്ധതികൾ വെളിപ്പെട്ടു വരേണ്ടതിന്, അത് നിറവേറേണ്ടതിന് നിങ്ങൾ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. ആമേൻ. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ പ്രവാചകൻ ആമേൻ വിളിച്ചു പറയുന്നത് 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അതെ, ദൈവിക ഉദ്ദേശങ്ങൾ, ഹല്ലേലൂയ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ ഒരു ദിവസം വെളിപ്പെടുക തന്നെ ചെയ്യും. രക്തത്താൽ ജയം, സ്തോത്രം. ആ ദൈവിക പദ്ധതികൾ ഇന്നോ ഇന്നലെയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയതല്ല. സങ്കീർത്തനം 139:16 പറയുന്നത് പോലെ, ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് ആമേൻ എന്നെ കണ്ടു, നിയമിച്ച നാളുകളിൽ ഒന്നുമില്ലാതിരിക്കെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. നമ്മെ കുറിച്ച് സകലതും മുന്നമേ നമ്മുടെ ഉടയവൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ ആലോചനകൾക്ക്, വാഗ്ദത്തങ്ങൾക്ക്, തന്റെ പദ്ധതികൾക്ക് മാറ്റം വരികയില്ല. അതാർക്കും മാറ്റം വരുത്താൻ കഴിയുകയുമില്ല. അതുകൊണ്ട് സങ്കീർത്തനം 31:15 ആമേൻ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. എന്റെ കാലഗതികൾ ദൈവത്തിന്റെ
കയ്യിലാണ്. സ്തോത്രം, സ്തോത്രം. നാം എന്തിന് പേടിക്കുന്നു? നാം എന്തിന് സംശയിക്കുന്നു? ഇപ്പോഴുള്ള പ്രതികൂലത്തിന്റെ അകത്ത്, ആമേൻ, ആമേൻ, പരാജയങ്ങൾക്കകത്ത്, ആമേൻ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കാതെ എന്റെ കാലഗതികളെ നിയന്ത്രിക്കുന്ന, എന്റെ സമയങ്ങളെ, ആമേൻ, ആമേൻ, നിയന്ത്രിക്കുന്ന, എന്നെ കുറിച്ചുള്ള പദ്ധതികളിലേക്കും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയുക. അതിനുവേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. മാനുഷിക പദ്ധതികൾ, ഉദ്ദേശങ്ങൾ, ആമേൻ, പലപ്പോഴും സാധ്യമാകാറില്ല. കാരണം എന്താ? ആമേൻ, ആ പദ്ധതികൾ, മാനുഷിക പദ്ധതികൾ നടപ്പിലാകാത്തത്, പരാജയപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് നാം ദൈവിക ഉദ്ദേശങ്ങളിലല്ല സഞ്ചരിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ ദൈവിക ഉദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനേക കാരണം. ഹല്ലേലൂയ. എന്നാൽ നാം തിരിച്ചറിഞ്ഞ് ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ രക്തത്താൽ ജയം, ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ നിറവേറുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നാം ഒരു കാര്യം കൂടെ തിരിച്ചറിയുക. ദൈവിക ഉദ്ദേശങ്ങളിൽ, ആമേൻ, നിറവേറ്റാൻ നാം പരാജയപ്പെടുമ്പോൾ ആ മേഖലകളിൽ മറ്റൊരാളെ തട്ടി ഉണർത്തി, ആമേൻ, 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 കൊണ്ടുവന്ന് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നിവർത്തിപ്പാൻ ദൈവം മതിയായവന്. നാം ദൈവിക പദ്ധതിയിൽ തുടരുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, അതിനെതിരെ വരുന്ന പൈശാചിക ശക്തികളെയും അവന്റെ തന്ത്രങ്ങളെയും അവന്റെ പദ്ധതികളെയും സർവശക്തനായ ദൈവം തച്ചുടച്ച്, ആമേൻ, നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക്, ആമേൻ, തന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ജയോത്സവമായി മുൻപോട്ട് കൊണ്ടുവന്ന് തന്റെ ജനത്തിന്റെ തലകളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. നാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ, വെല്ലുവിളികളിൽ ദൈവിക പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം സംശയിക്കാതെ, പിറുപിറുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ഇയ്യോബ് പറഞ്ഞതുപോലെ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി കാത്തിരുന്നാൽ, ഹല്ലേലൂയ, നമ്മിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളെ, ആമേൻ, സർവശക്തനായ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന്, ആമേൻ, സകലരുടെ മുൻപിൽ നമ്മളെ മാനിപ്പാൻ, ആമേൻ, ആമേൻ, മതിയായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ആയതിനാൽ സകലതും സാധ്യമാക്കുന്ന ദൈവത്തിൽ, ആമേൻ, പൂർണ്ണമായി ആശ്രയിപ്പാൻ സർവശക്തനായ ദൈവം സകലർക്കും കൃപ നൽകി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആഹ്വാനത്തോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.